ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ നമുക്കിപ്പോൾ. ശ്രീ എൻ ശ്രീകുമാർ, 2011 രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകും എന്നതാണ് പ്രതീക്ഷിച്ചത്. കാരണം KPCC അധ്യക്ഷൻ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സംഘടനയെ നയിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഹരിപ്പാട് നിന്നും മത്സരിക്കുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിലെത്തിയില്ല. 2.5 വർഷത്തിന് ശേഷമാണ് മന്ത്രിസഭയിലെത്തുന്നത്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് താൻ മന്ത്രിസഭയിൽ ഉൾപ്പെടാതിരുന്നതിന് ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു എന്ന ചോദ്യം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കാൻ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പാർട്ടി നേതൃതലത്തിൽ അത്തരമൊരു ധാരണ ഉള്ളതായി കേട്ടിരുന്നു. ഹലോ ശ്രീ എൻ ശ്രീകുമാർ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. അതായത് ഈ കാര്യം രമേശ് ചെന്നിത്തല എന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പഴയ കാലത്തെ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അക്കാലത്ത് മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി, അതായത് 2011 കഷ്ടിച്ച് UDF അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ തന്നെയാണ് പരിഗണിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം, അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്ത പ്രചരിച്ചിരുന്നു. അതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ഈ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ പിന്നീട് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അതിന്റെ ഒരു തർക്കമായിരിക്കും, അത് ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാനൊന്നും അന്ന് കോൺഗ്രസ് ഒരു ധാരണ ഉണ്ടായിട്ടില്ല. കാരണം അന്നത്തെ ആ ധാരണ ഇല്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം ഒരാളിലായിരുന്നു. പിന്നെ അത് സെൽവരാജ് കൂടെ വന്നപ്പോൾ 2 ആളായി. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു മാറ്റിക്കൊണ്ട് മറ്റൊരാളെ ആക്കുമ്പോൾ മുന്നണിയിൽ ഉണ്ടാകാവുന്ന ബാലൻസിന്റെ ആ ഒരു തെറ്റലുണ്ടാകാം ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു തീരുമാനം നടത്തുന്നില്ല. എങ്ങനെയെങ്കിലും 5 വർഷം ഉമ്മൻചാണ്ടി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയായിരുന്നു ധാരണ. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മന്ത്രിസഭയിൽ ചേരാതിരുന്നെങ്കിലും പിന്നീട് അവസാനത്തെ 2 വർഷം അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് മന്ത്രിയായത്. അല്ല, അതായത് ഉമ്മൻചാണ്ടിയും രമേശും അവർ തമ്മിൽ പരസ്പരം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ 2.5 വർഷത്തിന് ശേഷവും അതൊരു തർക്ക വിഷയമായി നിൽക്കുകയായിരുന്നല്ലോ. ഇല്ല, അങ്ങനെ ധാരണ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം അന്ന് UDF ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളുടെയും 2 ആളുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. അത് അക്കാലത്ത് അറിയാമല്ലോ, PC ജോർജ് ആദ്യം തന്നെ ഇടപെട്ട് ഒരു രാഷ്ട്രീയ നീക്കത്തിന് അദ്ദേഹം പങ്കാളിയായിരുന്നു. സെൽവരാജ് ആ രാഷ്ട്രീയം പറയും. ശ്രീകുമാർ, ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്, ഈ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനായിരുന്നു ആധിപത്യം, എങ്കിലും താൻ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അന്നത്തെ സാഹചര്യം കൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു എന്നാണോ? അല്ല, അക്കാലത്ത് ഗ്രൂപ്പും ഗ്രൂപ്പും എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഇതായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ താല്പര്യം അല്ലത്. കാരണം ഉമ്മൻചാണ്ടിയുടെ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം പിന്നീട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായില്ല. അത് ആലോചിക്കണം. അദ്ദേഹത്തിന് ആകാമായിരുന്നല്ലോ, പക്ഷെ അദ്ദേഹം ആയില്ല. പകരം രമേശ് തന്നെയാണ് ആയത്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ആകാതിരുന്നതെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മുന്നണിയെ ഗവൺമെന്റ് നയിക്കുന്ന പോലെ റിസ്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതായില്ല. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. മറ്റേത് MLA ഉമ്മൻചാണ്ടിയുടെ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ ചില തന്ത്രപരമായ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന ഘടകകക്ഷികളുടെ ഒക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് മുഖ്യമന്ത്രി ആയത്. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മാറിക്കൊടുക്കുമായിരുന്നു. വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി മാറിക്കൊടുക്കുമായിരുന്നു. അന്നത്തെ ഒരു ഉമ്മൻചാണ്ടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി പണ്ടൊരു ഘട്ടത്തില് PC ചാക്കോയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയ ഒരാളാണ്. A K ആന്റണി പറഞ്ഞു, ഞാൻ ആകുന്നില്ല, PC ചാക്കോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വ്യവസായ മന്ത്രി സ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് ഓർമ്മയുണ്ടാവും. അന്ന് അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു നേതൃ സ്ഥാനത്തേക്കുള്ള നോട്ടം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കാൻ കാരണം അദ്ദേഹത്തിനല്ലാതെ തന്നെയുള്ളൊരു ജനസമ്മതി ഉള്ളതുകൊണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ആകാത്ത ഏക കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. അത് മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത്, ആ ക്ലെയിം ഓർമ്മപ്പെടുത്തി പോകുന്നതിന്റെ കാരണം അദ്ദേഹം വരാനിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം മുന്നിൽ കാണുന്നു എന്നും കൂടിയല്ലേ വേണ്ടേ? അങ്ങനെ കരുതേണ്ടല്ലേ? അല്ല, ഞാൻ ആ ഇന്റർവ്യൂ കാണാത്തതുകൊണ്ട് രമേശ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മുടെ പത്രപ്രവർത്തകർ ചില കാര്യങ്ങൾ നമ്മുടേതായ നിഗമനത്തിലെത്തി പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഞാനത് കാണാത്തത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികളോട്.
അതിനു വേണ്ടിയൊന്നും ഇല്ലല്ലോ. ശരി. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ആകാൻ അദ്ദേഹമല്ല ഇന്ന് കേരളത്തിലെ മറ്റേ കോൺഗ്രസ് നേതാവ് എന്ന് പറയാവുന്നത്. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല വെച്ച് നോക്കിയാൽ കോൺഗ്രസിന്റെ ഇന്ന് ഒന്നാമത് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. അയാൾ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ചില നീക്കങ്ങളും നിഗമനങ്ങളും തീരുമാനങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് KPCC പ്രസിഡന്റായിട്ട് ഒരിക്കലും വിചാരിക്കാത്ത 3 പേര് വന്നിട്ടുണ്ട്. ഒന്ന് CV പത്മരാജൻ, ഒന്ന് ചെന്നല ബാലകൃഷ്ണപിള്ള, ഒന്ന് AL ജേക്കബ് ചേട്ടൻ, KG അടിയോടി, ഇന്ന് ഒരുപാട് പേര് അപ്രതീക്ഷിതമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല പോലും അപ്രതീക്ഷിതമായിരുന്നു, ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. അതെ, അതാ പറഞ്ഞത്. അപ്പൊ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും സംഭവിക്കാം. അപ്പൊ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്ഥാപനം ജയിക്കാൻ നോക്കുക, ബാക്കി കാര്യം പിന്നാകാം എന്നാണ് എന്റെ കാര്യം.